റെസൊണൻസ് ദി സ്റ്റഡി സ്പോട്ടിൻ്റെ ജീവശാസ്ത്രം ക്ലാസ്സിലേക്ക് എല്ലാ തുല്യതാ പഠിതാക്കൾക്കും സ്വാഗതം. Resonance, the study spot. നമ്മൾ 4-ാമത്തെ അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ജീവിയിൽ നിന്ന് ജീനിലേക്ക് എന്ന അധ്യായത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ? റെസൊണൻസ് ദ സ്റ്റഡി സ്പോട്ടിൻ്റെ മറ്റ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണണം. വീഡിയോസൊക്കെ ഞങ്ങൾ ഇടുന്നുണ്ട്. എക്സാമൊക്കെ ആവാനായി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. എല്ലാ വീഡിയോസും കണ്ട് തന്നെ പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. ഇല്ലെങ്കിൽ വാട്സപ്പിൽ ഞങ്ങളുടെ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അധ്യായത്തിലേക്ക് കടക്കാം. ജീവിയിൽ നിന്നും ജീനിലേക്ക്. DNA-യുടെ ഘടന. ഇന്ന് നമ്മൾ DNA-യുടെ ഘടനയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. DNA-യുടെ ഘടന. DNA എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞതാണ്. എന്തായിരുന്നു? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലേ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് DNA. DNA-യുടെ ഘടന എങ്ങനെയായിരിക്കും? ഗോവണിയും പടിയും പോലെയാണ് നമ്മുടെ DNA-യുടെ ഘടന എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഗോവണിയും പടിയും പോലെയാണ് നമ്മുടെ DNA-യുടെ ഘടന. 1953 DNA-യുടെ ചുറ്റുഗോവണി മാതൃക, അതായത് നമ്മൾ എന്ത് ചെയ്യാം, ഗോവണിയും പടിയും പോലെ എന്നുള്ളത് പോലെ തന്നെ നമുക്ക് എന്ത് വേണേൽ പറയാം, ചുറ്റുഗോവണിയുടെ ആകൃതിയിൽ എന്നും പറയാം. ഗോവണിയും പടിയും ചുറ്റുഗോവണിയും ഒക്കെ ഒന്ന് തന്നെ അല്ലേ? അപ്പം നോക്കിക്കേ, അതിൻ്റെ ഷേപ്പ് നോക്കിക്കേതാ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു ചുറ്റി ഉള്ള കോണിയില്ലേ, അതേപോലെയല്ലേ നമ്മുടെ എന്ത് DNA-യുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, DNA തന്മാത്ര 2 ഇഴകൾ ചേർന്നതാണ്. 2 ഇഴകൾ ചേർന്നതാണ്. ഏതൊക്കെയാണ് 2 ഇഴകൾ നോക്കിക്കേ? പടികളും പിന്നെ ഏതാണ്? 2 നെടിയ ഇഴകളും ഉണ്ട്. അത് എന്തൊക്കെയാണത്? പഞ്ചസാരയും ഫോസ്ഫേറ്റും ആണ് ചേർന്നുള്ളതാണ് എന്ത്? ഈ 2 നെടിയ ഇഴകൾ എന്ന് പറയുന്നത്. DNA തന്മാത്ര 2 ഇഴകൾ ചേർന്നതാണ്. ആ 2 ഇഴകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഈ 2 ഇഴകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ്? പഞ്ചസാരയും ഫോസ്ഫേറ്റും. അതാണ് 2 നെടിയ ഇഴകൾ. ആരത്? നമ്മുടെ DNA-യുടെ ഘടനയിലുള്ള ഇതെന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? ചുറ്റുഗോവണി മാതൃകയാണ് DNA-യുടെ ഘടന. ഗോവണിയും പടിയും പോലെ എന്നും വേണമെങ്കിൽ പറയാം. പിന്നെയോ അതിൽ 2 നെടിയ ഇഴകളുണ്ട്. എന്തൊക്കെയാണ് അവ? പഞ്ചസാരയും ഫോസ്ഫേറ്റും ആണ്. ഇത് ആരായിരുന്നു കണ്ടുപിടിച്ചത്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ആണ് ഇതിൻ്റെ മാതൃക കണ്ടുപിടിച്ചത്. അവർ 1953 കേട്ടോ അതിൻ്റെ DNA-യുടെ ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ചത്. മനസ്സിലായില്ലേ? ഇനി അടുത്ത നോക്കാൻ പോകുന്നത് എന്താ? ഈ 2 നെടിയ ഇഴകൾ കൂടാതെ, പഞ്ചസാരയും ഫോസ്ഫേറ്റും കൂടാതെ DNA-യിൽ ഒരു കാര്യം കൂടി ഉണ്ട്. എന്തായിരുന്നു അത് പറയുന്നത്? പഞ്ചസാരയും ഇതും കൂടാതെ ഒന്നും കൂടി ഉണ്ടെന്ന് പറയുന്നില്ലേ? എന്താണത്? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? നൈട്രജൻ ബേസുകൾ. അവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? നൈട്രജൻ ബേസുകൾ ചേർന്നുള്ള പടികൾ. അപ്പോൾ പടികൾ നൈട്രജൻ ബേസും 2 നെടിയ ഇഴകൾ പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നതാണ്. അപ്പം 3 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ DNA-യുടെ ഘടന ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെയോ കൂടാതെ നൈട്രജൻ ബേസുകൾ ചേർന്നുള്ള പടികളുണ്ട്. DNA-യിൽ കാണുന്ന പഞ്ചസാര തന്മാത്ര അതാണെന്ത്? ഡിയോക്സി റൈബോസ്. നമ്മൾ DNA-യുടെ ഫുൾ ഫോം പറഞ്ഞു അല്ലേ? ആ പഞ്ചസാരയാണ് എന്ത്? ഡിയോക്സി റൈബോസ്. പേര് മറന്നു പോകരുത്. ഇനി അതിലുള്ള ആൾക്കാർ ആരൊക്കെയാ നോക്കാം? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. മറന്നു പോകരുത്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ.
എന്നിങ്ങനെ 4 തരം നൈട്രജൻ ബേസുകൾ ഉണ്ട് ആർക്ക്? നമ്മുടെ DNA-ക്ക്. അപ്പം നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത് ആരൊക്കെ ചേർന്നതാണ്? അഡിനിനും തൈമിനും ഗ്വാനിനും സൈറ്റോസിനും ചേർന്നതാണ് നമ്മുടെ DNA-യുടെ എന്തെന്ന് പറയുന്നത്? നൈട്രജൻ ബേസുകൾ. നൈട്രജൻ ബേസുകൾ ഏതാണ്? പടികളായിട്ട് കാണുന്ന, കണ്ടോ ഇവിടെ പടികളായിട്ട് വരുന്ന ഇവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത്. അത് ആരൊക്കെ ചേർന്നതാണ്? അഡിനിനും തൈമിനും സൈറ്റോസിനും ഗ്വാനിനും ചേർന്നതാണ് ഈ പടികൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് ഷുഗർ ഫോസ്ഫേറ്റ്. പിന്നെന്താ ഉള്ളത്? ഇത് നൈട്രജൻ ബേസ്. പിന്നെന്തോണ്ടല്ലോ? ഒന്നും കൂടി ഉണ്ടല്ലോ. പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നതാണിത്. അതാണ് ഷുഗർ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നത് ഇത്. നൈട്രജൻ ബേസുകൾ എന്ന് പറഞ്ഞാൽ ഇത്. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ DNA-യുടെ സ്ട്രക്ചർ. അഡിനിൻ എന്ന ബേസ്, ഇതിൽ കുറേ പടികൾ നമ്മൾ കണ്ടു അല്ലേ? അപ്പം അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ടേ ബോണ്ട് ചേരുള്ളൂ. അഡിനിൻ 2 ബോണ്ടുമായിട്ട് തൈമിനോട് കൂടി ചേരും. എന്നാൽ ഗ്വാനിനാവട്ടെ 3 ബോണ്ടായിട്ട് സൈറ്റോസിനോട് ചേരും. അതാണ് അഡിനിനും തൈമിനും ഗ്വാനിനും സൈറ്റോസിനും. ഇങ്ങനെ മാത്രമേ ആര് രൂപപ്പെടുള്ളൂ? ഈ പടികൾ രൂപപ്പെടുള്ളൂ. എങ്ങനെയാണ്? അഡിനിൻ തൈമിനായിട്ടും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടും മാത്രമേ എന്ത് രൂപപ്പെടുന്നുള്ളൂ? ബോണ്ടുകൾ അവിടെ ജോഡി ചേരുകയുള്ളൂ നമ്മുടെ DNA-യുടെ സ്ട്രക്ചറിൽ. അതും എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. അപ്പം നമ്മൾ എന്തൊക്കെ അപ്പം പഠിച്ചത്? DNA-ൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ DNA-യുടെ ഘടന എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? DNA-യുടെ ഘടന എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അത് എന്താക്കരുത്? സ്ട്രക്ചർ വെച്ച് തന്നെ നമ്മൾ പഠിച്ചു പോകണം. എന്നാലേ നമുക്ക് മാർക്ക് കിട്ടൂ. ചോദ്യം എവിടുന്നാ വരിക എന്ന് നമുക്കറിയില്ല. മനസ്സിലായില്ലേ? DNA-യുടെ ഘടന ഒന്നുകൂടി പറയാം. DNA-യുടെ ഘടന എന്ന് പറയുന്നത് ഗോവണിയും പടിയും പോലെയാണ്. 1953 DNA-യുടെ ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ചത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ്. DNA തന്മാത്ര എന്ന് പറയുന്നത് 2 ഇഴകൾ ചേർന്നതാണ്. പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നുള്ള 2 നെടിയ ഇഴകൾ. ഇത് കൂടാതെ നൈട്രജൻ ബേസുകളും ഉണ്ട്. അപ്പം എന്തൊക്കെ ചേർന്നാണെന്ന് ചോദിച്ചാൽ 2 ഇഴകളും നൈട്രജൻ ബേസും ചേർന്നതാണ് നമ്മളെ DNA-യുടെ ഘടന എന്ന് പറയണം കേട്ടോ. അപ്പം ഞാൻ 2 നെടിയ ഇഴകളിൽ എന്തൊക്കെ ഉണ്ട്? നെടിയ ഇഴകളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞത്? ഷുഗറും ഫോസ്ഫേറ്റും. പിന്നെ ഉള്ളത് നൈട്രജൻ ബേസുകൾ. നൈട്രജൻ ബേസുകളിൽ ആരൊക്കെയാണ് ഉള്ളത്? അഡിനിനും തൈമിനും ഗ്വാനിനും സൈറ്റോസിനും. ഇതിൽ അഡിനിൻ തൈമിനായിട്ടേ ജോഡി ചേരുള്ളൂ, ഗ്വാനിൻ സൈറ്റോസിനായിട്ടേ ജോഡി ചേരുള്ളൂ. അത്രയേ ഉള്ളൂ നമ്മുടെ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ DNA-നെ പറയാം കേട്ടോ. അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പോൾ ഉള്ളത് പഠിച്ചാൽ മതി. നമ്മുടെ ചുറ്റുകോവണി മാതൃകയുള്ള DNA. ഇനി പറയുന്നത് എന്താണ്? ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര തന്മാത്രയും ഒരു ഫോസ്ഫേറ്റ്, എങ്ങനെയാ പറഞ്ഞത്? ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര തന്മാത്രയും ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയും ഒരു നൈട്രജൻ ബേസും ചേർന്ന യൂണിറ്റിൻ്റെ ആവർത്തനമാണ് DNA. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ ആവർത്തിച്ചാണ് നമ്മുടെ ചുറ്റുകോവണി മാതൃകയുള്ള DNA ആയിട്ട് വരുന്നത് എന്ന് ആലോചിച്ച് വയ്ക്കുക. ഏതൊക്കെയാണ്? ഒരു പഞ്ചസാര തന്മാത്ര, ഒരു ഫോസ്ഫേറ്റ്, ഒരു നൈട്രജൻ ബേസ്. പിന്നെ ഉണ്ടാവും ഒരു പഞ്ചസാര തന്മാത്ര, ഒരു ഫോസ്ഫേറ്റ്, ഒരു നൈട്രജൻ. അങ്ങനെ ചേർന്നതാണ് നമ്മുടെ DNA-യുടെ ഘടന എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഫോസ്ഫേറ്റ്, ഒരു പഞ്ചസാര തന്മാത്ര, ഒരു നൈട്രജൻ ബേസ്. അത് മറന്നു പോകരുത്. ഈ യൂണിറ്റിനെ ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. അപ്പം DNA-യുടെ ഇങ്ങനെയുള്ള ഒറ്റ ആളെ പറയുന്ന പേരാണ് നമ്മുടെ ന്യൂക്ലിയോടൈഡ്. അപ്പം ഇതാണ് ന്യൂക്ലിയോടൈഡ്. ഈ ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെ ഉണ്ട്? പഞ്ചസാര തന്മാത്ര ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്. ഇതൊന്ന് പല പ്രാവശ്യം ഈ ചിത്രം തന്നിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ നൈട്രജൻ ബേസ് തരില്ല, എന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ നൈട്രജൻ ബേസ് ആണെന്ന് എഴുതണം. അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് തരില്ല, എന്നിട്ട് ഇതെന്താ ചോദിക്കും. അപ്പം നിങ്ങൾ ഫോസ്ഫേറ്റ് ആണെന്ന് ഇത് എഴുതണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ സാധനം എന്താണെന്ന് ചോദിക്കും. ഇത് പഞ്ചസാര തന്മാത്രയാണെന്ന് തരില്ല. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം?
പഞ്ചസാര തന്മാത്രയാണെന്ന് എഴുതണം. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. ആ കാര്യങ്ങളും എന്ത് ചെയ്തു, മനസ്സിലായി. ഇപ്പം DNA ഘടന കണ്ടു. DNA ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണുന്നതിനെ എന്ത് പറയുന്നു നമ്മൾ? അതായത് നമ്മുടെ ന്യൂക്ലിയോടൈഡ്, ഒരു DNA, അതായത് ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് തന്മാത്ര, ഒരു നൈട്രജൻ ബേസ്, ഇങ്ങനെ ചേർന്നിട്ടുള്ള ആൾക്കാരാണെന്ത്? ന്യൂക്ലിയോടൈഡ്. ആരാണ്? ന്യൂക്ലിയോടൈഡ്. പഠിച്ചല്ലോ. അപ്പം നമ്മൾ DNA ഘടന നോക്കി കഴിഞ്ഞു അല്ലേ? ഇനി വരുന്നത് എന്താണ്? DNA ഫിംഗർ പ്രിന്റിംഗ്. എന്താണ് DNA ഫിംഗർ പ്രിന്റിംഗ്? ഓരോ വ്യക്തിയിലെയും DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വ്യത്യസ്തമായിരിക്കും. അപ്പം എല്ലാ വ്യക്തിയിലും ഒരിക്കലും DNA എന്താണ്, ഒരേപോലെ ആവില്ല. അപ്പം ഓരോ വ്യക്തിയിലെയും DNA ന്യൂക്ലിയോടൈഡുകൾ നിന്ന് എന്തൊക്കെയായിരുന്നു? ഒരു പഞ്ചസാരയും ഒരു ഫോസ്ഫേറ്റും ഒരു നൈട്രജൻ ബേസും ചേർന്നത്. അങ്ങനെയുള്ള ന്യൂക്ലിയോടൈഡിൻ്റെ ക്രമീകരണം എന്താണ്? വ്യത്യസ്തമായിരിക്കും എല്ലാ വ്യക്തിയിലും എന്നാണ് പറയുന്നത്. ഒരേപോലെ ആണെങ്കിൽ എല്ലാം ഒരേ ആൾക്കാരാവില്ലേ? അപ്പം എന്തായാലും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കാണാനും നമ്മുടെ സ്വഭാവവും ഒക്കെ വ്യത്യസ്തമായിരിക്കുന്നത്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന ഈ സാങ്കേതിക വിദ്യ, അപ്പം ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം എങ്ങനെയൊക്കെയാണെന്ന് പരിശോധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയുണ്ട്. അതിൻ്റെ പേരാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. എന്താണ്? DNA ഫിംഗർ പ്രിന്റിംഗ്. ആ സാങ്കേതിക വിദ്യയുടെ പേരാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. ഇതാരാണ് കണ്ടെത്തിയത്? 1954 അലക് ജഫ്രി എന്ന, അതാണ് ഇദ്ദേഹം കേട്ടോ, അലക് ജഫ്രി എന്ന ശാസ്ത്രജ്ഞനാണ് DNA പരിശോധനയുടെ സാധ്യത എന്തൊക്കെയാണ്, അതിൻ്റെ ഫർദർ സാധ്യതകൾ എന്ന് കണ്ടെത്തിയ മനുഷ്യനാണ് നമ്മുടെ അലക് ജഫ്രി എന്ന് പറയുന്നത്. അലക് ജഫ്രി കേട്ടോ, മറന്നുപോയത്, പേരൊന്നും മറന്നുപോയത്. 1984 അപ്പം അതും പഠിച്ചല്ലോ. നമ്മുടെ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ കാര്യവും നിങ്ങൾ എന്ത് ചെയ്തു, പഠിച്ചു. അടുത്ത സ്ലൈഡിലേക്ക് പോവാം അല്ലേ. മാതാപിതാക്കളുടെയും മക്കളുടെയും DNA ന്യൂക്ലിയോടൈഡുകളുടെ ആവർത്തന രീതിയിൽ വളരെയധികം സാമ്യമുണ്ടാകും. ആ സാമ്യം കണ്ടെത്തിയാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിലൂടെ മാതൃപിതൃ തർക്കങ്ങൾ പരിഹരിക്കുക. അപ്പം ഈ നമ്മുടെ DNA ഫിംഗർ പ്രിൻറ്റിങ് വഴി നമുക്ക് എന്ത് പരിഹരിക്കാം? മാതൃത്വ പിതൃത്വ തർക്കങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. അതൊരു പോയിന്റ് ആട്ടോ. എന്താണ് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഉപയോഗം എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, മാതൃപിതൃ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് പറയാൻ പറ്റും. അടുത്ത പോയിന്റ് നോക്കുക. ഒരു വ്യക്തിയുടെ ആവർത്തന DNA അയാളുടെ മാത്രം സവിശേഷതയാണ്. അതിനാൽ DNA ഫിംഗർ പ്രിന്റിലൂടെ കുറ്റവാളികൾ എന്ന് സംശയിക്കുന്നവരുടെ DNA, അതായത് DNA എങ്ങനെ കിട്ടും? ത്വക്കിൻ്റെ ഭാഗം, അല്ലെങ്കിൽ മുടി, നഖം, രക്തം, മറ്റ് ശരീരദ്രവങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് എന്താ DNA പരിശോധിക്കാൻ വേണ്ടി സാധിക്കും. പരിശോധിക്കുമ്പോൾ യഥാർത്ഥ കുറ്റവാളിയെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. അപ്പോൾ കുറ്റവാളിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടും മാതൃപിതൃ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ആരെ സഹായിക്കുന്നുണ്ട്? DNA ഫിംഗർ പ്രിൻറ്റിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത് കണ്ടുപിടിച്ചത് അലക് ജഫ്രി ആണെന്ന് മറന്നു പോകരുത്. അപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിങ് എന്ന് പറയുന്നത് ഒരു വലിയൊരു കണ്ടുപിടുത്തം തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണത് ഇത്രയും ഉപകാരപ്പെട്ടത് നമുക്ക്. ഓക്കെ, മനസ്സിലായില്ലേ? പോയിന്റ് എന്താ നോക്കാം. അടുത്ത ബന്ധുക്കളുടെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണത്തിൽ ഏറ്റവും കൂടുതൽ സമാനത ഉണ്ടായിരിക്കും. അപ്പം അടുത്ത ബന്ധുക്കളുടെ ന്യൂക്ലിയോടൈഡ് എങ്ങനെയായിരിക്കും എന്നാ പറയുന്നത്? അതിൻ്റെ ക്രമീകരണത്തിൽ കൂടുതൽ സമാനത ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് വ്യത്യാസങ്ങൾ കുറവായിരിക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഒരേപോലെ ആവുമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അടുത്ത ബന്ധുക്കളുടെ നമ്മുടെ DNA ന്യൂക്ലിയോടൈഡിന്റെ ക്രമീകരണത്തിൽ എന്തുണ്ടായിരിക്കും? സമാനത ഉണ്ടായിരിക്കും. ഈ സമാനത വിശകലനം ചെയ്യുന്നതിലൂടെ മാതാപിതാക്കളെ കണ്ടെത്താനാകും. അതുവഴി നമുക്ക് മാതാപിതാക്കളെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. എല്ലാ ആളുകളുടെയും DNA ന്യൂക്ലിയോടൈഡ് ശ്രേണിയിലെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ വ്യത്യാസം കാണും. കണ്ടില്ലേ? ഈ വ്യത്യാസമുള്ള ഭാഗങ്ങൾ ആവർത്തന DNA കാണപ്പെടുന്നത്. അപ്പം വ്യത്യാസം എവിടെയാണ് ഉണ്ടാവുക? ആവർത്തന DNA കാണുന്നത്. പ്രത്യേക സ്ഥലങ്ങളിൽ വളരെ കുറച്ച് പ്രാവശ്യം ആവർത്തിച്ച് കാണപ്പെടുന്നതാണ് ആവർത്തന DNA. അപ്പോൾ ആവർത്തന DNA എന്ന് പറയുന്ന ഒരു DNA ഉണ്ട്. അത്
ചില സ്ഥലങ്ങളിൽ എന്താണ് ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ വരും. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ആവർത്തന DNA എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയിലും ഈ ന്യൂക്ലിയോടൈഡുകളുടെ ആവർത്തന രീതിയിൽ വ്യത്യാസമുണ്ടാകും. അപ്പം അത്രയാണ്. ഈ പോയിന്റുകൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, കഴിഞ്ഞ സ്ലൈഡിലുള്ള പോയിന്റുകളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്. എന്നാലും എന്താ ചെയ്യുക, അത് നമ്മൾ ടെക്സ്റ്റിലുള്ളതുകൊണ്ടൊന്ന് വായിച്ചേക്കാം. ഓക്കെ, അടുത്തയിലോട്ട് പോവാം. ജീനുകളും ക്രോമസോമുകളാണ് ഇനി പഠിക്കാനുള്ളത്. ജീനുകളും ക്രോമസോമുകളും നോക്കുകയല്ലേ. ജീനുകളെയും ക്രോമസോമുകളെയും പറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കിയിട്ട് വരാം. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ജീനുകളെയും ക്രോമസോമുകളെയും കുറിച്ച് എന്തൊക്കെയാ പറയുന്നത്? ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സ്വഭാവ സവിശേഷതകൾ കാരണമാകുന്നതും DNA നിശ്ചിത ന്യൂക്ലിയോടൈഡുകളാണ്. ഈ ഭാഗങ്ങളാണ് ജീനുകൾ. അപ്പം ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സ്വഭാവ സവിശേഷതകൾക്ക് കാരണമാകുന്നതും DNA നിശ്ചിത ന്യൂക്ലിയോടൈഡുകളാണ്. അപ്പം ഈ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളെ വിളിക്കുന്ന പേരാണ് ജീൻ എന്ന് പറയുന്നത്. ഇപ്പം ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ക്രോമസോമാണ്. ക്രോമസോം ഇങ്ങനെ DNA ഇങ്ങനെ കാണുകയാണ്. അപ്പം ഇതിലെ ഈ ഒരു ഭാഗം, ഇങ്ങനെ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ അതിലെന്തുണ്ടാവും? ഉപാപചയ പ്രവർത്തനം നിയന്ത്രിക്കുന്നതും സ്വഭാവ സവിശേഷതകൾക്ക് കാരണമാകുന്നതും ആയിട്ടുള്ള DNA നിശ്ചിത ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവും. അവരാണ് ജീൻ എന്ന് പറയുന്നത്. ഈ ജീനുകളാണ് നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും ഗ്രാൻഡ് പാരൻസിൽ നിന്നൊക്കെ ഇങ്ങനെ കൈമാറി വരുന്ന സംഭവമാണ് നമ്മുടെ ജീനുകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണല്ലേ. ജീനുകളുടെ തീരുമാനമനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതും ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും. അത് നമ്മൾ മുകളിൽ പറഞ്ഞു അല്ലേ. ഈ ജീനുകൾ മാതാപിതാക്കളിൽ നിന്നുമാണ് സന്താനങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ നമ്മുടെ പാരൻസ് വഴിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പാരൻസ് വഴി നമുക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ജീനുകളുടെ പ്രത്യേകത. പഠിച്ചില്ലേ? ജീനുകൾ കൈമാറി വന്നതാണ് നമ്മളെ ചില സ്വഭാവങ്ങൾ. ഇപ്പം നമുക്ക് സഹായിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ അച്ഛനുണ്ടായിരിക്കും, അമ്മയ്ക്കുണ്ടായിരിക്കും, അതുകൊണ്ട് നമുക്കുണ്ടായി എന്നൊക്കെ പറയില്ലേ. അതേപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് ജീനുകളിൽ നിന്നും പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി ക്രോമസോമുകൾ എന്താണെന്ന് നോക്കാം. എന്താണ് ക്രോമസോമുകൾ? ക്രോമസോമുകളിലാണ് ജീനുകൾ കാണപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ അടയാളപ്പെടുത്തിയ ആൾക്കാരാണ് കേട്ടോ ക്രോമസോമുകൾ എന്ന് പറയുന്നത്. ക്രോമസോമുകളിലാണ് ജീനുകൾ കാണപ്പെടുന്നത്. അപ്പൊ ജീനുകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എവിടെയാണെന്ന് പറയേണ്ടത്? ക്രോമസോമിലാണെന്നാണ് പറയേണ്ടത് കേട്ടോ. മറന്നുപോകരുത്. ക്രോമസോമിലാണ് ആര് കാണപ്പെടുന്നത്? ജീനുകൾ കാണപ്പെടുന്നത് ക്രോമസോമുകളിൽ. ഓരോ ജീവിവർഗത്തിനും നിശ്ചിത എണ്ണം ക്രോമസോമുകളാണുള്ളത്. അപ്പോൾ ഓരോ ജീവിവർഗത്തിലും വ്യത്യാസമുണ്ട്. മനുഷ്യരിലുള്ള പോലെ ആവില്ല നമ്മുടെ മൃഗങ്ങളിൽ, ആനയിലോ നായയിലോ പൂച്ചയിലോ ഒന്നും ഒരേപോലെയുള്ള ക്രോമസോമുകൾ ആയിരിക്കില്ല ഉണ്ടാവുക. ഓരോ ജീവിവർഗത്തിനും നിശ്ചിത എണ്ണം ക്രോമസോമുകൾ ഉണ്ടായിരിക്കും. നമുക്ക് എത്ര എണ്ണം ഉണ്ട് എന്നാ പറയുന്നത്? 46 എണ്ണം. 46 എണ്ണം അല്ലെങ്കിൽ എന്ത് പറയാം? 26 ജോഡി എന്ന് പറയാം. 26 ജോഡി ക്രോമസോമുകൾ. അപ്പം 26 പെയേഴ്സ് എന്നൊക്കെ കേട്ടില്ലേ? നമുക്ക് 46 എണ്ണം ക്രോമസോമുകൾ ഉണ്ട്. അതിൽ തന്നെ എങ്ങനെയാ വർഗീകരണം? 23 എണ്ണം മാതാവിൽ നിന്നും 23 എണ്ണം പിതാവിൽ നിന്നുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ്? 23 എണ്ണം മാതാവിൽ നിന്നും, 23 എണ്ണം ഇത് പിതാവിന്റെ കേട്ടോ. 23 എണ്ണം പിതാവിൽ നിന്നും, 23 എണ്ണം മാതാവിൽ നിന്നും. മാതാവിലാണ് XX ഉള്ളത്, പിതാവിൽ എങ്ങനെയാണ്? XY ആണുള്ളത്. മനസ്സിലാക്കി വെക്കുക. നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ക്രോമസോമുകൾ എവിടെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ, ജീനുകൾ എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ എവിടെയെന്ന് പറയും? ക്രോമസോമുകളിൽ. ഇനി ക്രോമസോം, മനുഷ്യരിൽ എത്ര ക്രോമസോം ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഒന്നെങ്കിൽ 23 ജോഡി എന്ന് പറയണം, അല്ലെങ്കിൽ 46 എണ്ണം ക്രോമസോമുകൾ ഉണ്ടെന്ന് പറയണം. ഇതിൽ മാതാവിൽ എത്ര, പിതാവിൽ എത്രയെന്ന് ചോദിച്ചാൽ 23 എണ്ണം മാതാവിൽ നിന്നും 23 എണ്ണം പിതാവിൽ നിന്നുമാണ്. മനസ്സിലായില്ലേ? അടുത്ത പറയുന്നത് എന്താ തന്നെയാണ്? മനുഷ്യന് എത്ര ക്രോമസോം ഉണ്ടെന്നാണ് പറയുന്നത്? മനുഷ്യരില് നമ്മൾ പറഞ്ഞല്ലോ, മനുഷ്യരിൽ എത്ര ക്രോമസോം ഉണ്ടെന്നാണ് പറഞ്ഞത്. ആലോചിച്ച് നോക്കിക്കേ, മനുഷ്യരിൽ എത്ര ക്രോമസോം ഉണ്ടെന്നാണ് പറഞ്ഞത്? 46 ക്രോമസോമുകൾ ഉണ്ട് അല്ലേ.
46 ക്രോമസോമുകളാണുള്ളത്. ഇതിൽ 44 എണ്ണം സ്വരൂപ ക്രോമസോമുകളാണ്. അപ്പം എങ്ങനെയാണ് വർഗീകരണം വരുന്നത്? 44 സ്വരൂപ ക്രോമസോമുകൾ. പിന്നെയോ ബാക്കി 2 ഉണ്ടാവും അല്ലേ? 2 എങ്ങനെയാണ്? ലിംഗനിർണയ ക്രോമസോമുകൾ. 44 സ്വരൂപ ക്രോമസോമുകളും 2 ലിംഗനിർണയ ക്രോമസോമുകളാണ് ഈ ക്രോമസോമുകളുടെ വർഗീകരണം. അപ്പൊ മറന്നു പോകരുത് കേട്ടോ, ഈ പഠിപ്പിക്കുന്ന ഒന്നും മറന്നു പോകരുത്. നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു? എത്ര ഉണ്ടെന്ന് പറഞ്ഞേ? 46 ക്രോമസോം ഉണ്ട്. അതിൽ തന്നെ 44 എണ്ണം സ്വരൂപ ക്രോമസോമുകളും 2 എണ്ണം ലിംഗനിർണയ ക്രോമസോമുകളുമാണ്. മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി എന്താ ഇതിൽ പറയുന്നത്? ലിംഗനിർണയ ക്രോമസോമുകൾ 2 തരമുണ്ട്. അവയാണ് XY ക്രോമസോമുകൾ. സ്ത്രീകളിൽ 2 XX ക്രോമസോമുകളും പുരുഷന്മാരിൽ 1 X ക്രോമസോമും 1 Y ക്രോമസോമുമാണ് ഉള്ളത്. അപ്പം സ്ത്രീകളിൽ 2 XX ആണ്, പുരുഷനിൽ 1 Xും 1 Yയും ഉണ്ട്. അപ്പൊ പുരുഷനാണ് എന്ത് തീരുമാനിക്കുന്നത്? നമുക്ക് പറയാം, കുട്ടികൾ ഏതാണ് ആവുക എന്ന് തീരുമാനിക്കുന്നത് ശരിക്കും പുരുഷന്മാരാണ്. കാരണം എന്താണ്? അവർക്ക് എക്സും ഉണ്ട് വൈയും ഉണ്ട്. നമുക്കാണെങ്കിലോ എക്സ് മാത്രമേ ഉള്ളൂ. അതായത് അമ്മമാർക്ക് എന്താണ്? സ്ത്രീകളിൽ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പം പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പിതാവിൽ എന്താണ്? എക്സും ഉണ്ട് വൈയും ഉണ്ട് കേട്ടോ. അതിനാൽ സ്ത്രീയുടെ ജനിതക ഘടന എങ്ങനെയാണ്? 44 പ്ലസ് XX പുരുഷൻ്റെത് എങ്ങനെയാണ്? 44 പ്ലസ് XY കേട്ടോ. ഇത് മറന്നു പോകരുത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഫുൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പഠിച്ചില്ലേ? മനുഷ്യന് 46 ക്രോമസോം ഉണ്ട്. അതിൽ 44 എണ്ണം സ്വരൂപ ക്രോമസോമാണ്, 2 എണ്ണം ലിംഗനിർണയ ക്രോമസോമാണ്. ലിംഗനിർണയ ക്രോമസോമുകൾ 2 തരമുണ്ട്. അത് എക്സും വൈയും ആണ്. സ്ത്രീ XX ക്രോമസോമുകളാണുള്ളത്. പുരുഷന്മാരിൽ എക്സും ഉണ്ട് വൈയും ഉണ്ട്. അതിനാൽ സ്ത്രീകളുടെ ജനിതകഘടന എന്ന് പറയുന്നത് 44 പ്ലസ് XX പുരുഷൻ്റെ ഇത് 44 പ്ലസ് YYയും ആണ്. മനസ്സിലായില്ലേ? മനസ്സിലായി? ഓക്കെ, അടുത്തയിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ DNA ക്രോമസോം ഒക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുൾ ജനിതകപരമുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് എന്താണ്? വിവിധ തരം ജനിതക രോഗങ്ങൾ. എന്തൊക്കെ ജനിതക രോഗങ്ങളുണ്ട് നിങ്ങൾക്കറിയോ? എന്തൊക്കെ ജനിതക രോഗങ്ങളുണ്ട്? ഒന്നാമത്തേതാണ് ഡൗൺ സിൻഡ്രം, പിന്നെ ഹീമോഫീലിയ, പിന്നെ ഒന്നുകൂടി ഉണ്ട്. അതേതാണ്? സിക്കിൾ സെൽ അനീമിയ. അപ്പം നമ്മൾ നോക്കാം അല്ലേ, ഏതൊക്കെയാണ് വിവിധതരം ജനിതക രോഗങ്ങൾ, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഡൗൺ സിൻഡ്രം, ഈ കുട്ടിയെ കണ്ടില്ലേ ഈ ചിത്രത്തിൽ? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. ഇവരിൽ എന്താണ് പ്രശ്നം എന്ന് സംഭവിക്കുന്നത് വയ്ക്കുമ്പോൾ സ്വരൂപ ക്രോമസോമുകൾ, നമ്മൾ പറഞ്ഞ 44 അല്ലേ, 44 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. സ്വരൂപ ക്രോമസോമുകളിൽ ഒരെണ്ണം കൂടുതലായാൽ, അപ്പം 44 എണ്ണം ഉള്ള നോർമൽ ആയിട്ടുള്ള ആൾക്കാരിലേക്കാളും ഇവരിൽ എങ്ങനെയാണ് കാണുന്നത്? 45 എണ്ണം ഉണ്ടായിരിക്കും. അതായത് സ്വരൂപ ക്രോമസോമുകളിൽ ഒരെണ്ണം കൂടുതലായാൽ, അപ്പോൾ ടോട്ടൽ എന്തായിരിക്കും? ലിംഗനിർണയം കൂടി വരുമ്പോൾ എന്തായിരിക്കും? 47 ആയിരിക്കും അല്ലേ. രണ്ടും കൂടി വരുമ്പോൾ 47 ആയിരിക്കും. അപ്പം 46 ക്രോമസോം ഉള്ള കുട്ടിക്ക് 47 ക്രോമസോം ആവുക. അപ്പം 47 ക്രോമസോം ആയാൽ എന്താണ്? ആ കുട്ടിക്ക് ഡൗൺ സിൻഡ്രം ഉണ്ടെന്നാണ് പറയുക. ഉണ്ടായുള്ള അവസ്ഥയാണ് ഡൗൺ സിൻഡ്രം. ഇവരെന്താണ്? ബുദ്ധിമാന്ദ്യമുള്ളവരും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരുമായിരിക്കും. അവർക്ക് എന്തെങ്കിലും രോഗം വന്നാൽ എന്താണ്? പെട്ടെന്ന് തന്നെ അവർ മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ബുദ്ധിമാന്ദ്യം ഉള്ളവരും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരുമായിരിക്കും ഈ 47 ക്രോമസോമുള്ള ഡൗൺ സിൻഡ്രത്തിൻ്റെ. അപ്പോൾ ഡൗൺ സിൻഡ്രം എന്ന് പറയുമ്പോൾ തന്നെ സ്വരൂപ ക്രോമസോമുകളിൽ ഒരെണ്ണം കൂടുതലാണെന്ന് മനസ്സിലാക്കുക. 47 ക്രോമസോം ഉണ്ടായിരിക്കും. അവരിൽ ബുദ്ധിമാന്ദ്യവും രോഗപ്രതിരോധ ശേഷിയും കുറവായിരിക്കും. ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. അല്ല, എഴുതി വയ്ക്കാം. വിചാരിച്ചാൽ പോരാ, എഴുതി വെക്കണം കേട്ടോ. ഡൗൺ സിൻഡ്രം വരുമ്പം ഈ കുട്ടീനെ തന്നെ മുഖം ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കിട്ടും കേട്ടോ. ഇനി ഹീമോഫീലിയ എന്താ നോക്കാം. ചില ആളുകൾക്ക് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാറില്ല. അപ്പം നമ്മളിലൊക്കെ അസുഖമില്ലാത്ത ആൾക്കാരിലൊക്കെ എന്താണ്? മുറിവുണ്ടാകുമ്പം രക്തം എന്താണ്? കട്ട പിടിക്കും. ആ ഒരു സ്ഥലത്ത് കട്ട പിടിച്ച് എന്തായിരിക്കും? ആ മുറിവ് ഇങ്ങനെ ഉണങ്ങി വരും. അവിടെ ഇങ്ങനെ ഫൈബ്രിനോജനും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ വന്നിട്ട് ഉണങ്ങി ഒരു പൊച്ച പോലെ ഇങ്ങനെ ആയി വരും. നമുക്ക് ഇങ്ങനെ ഒരു മുറി ഉണ്ടായാൽ കഴിഞ്ഞാൽ അങ്ങനെ കാണാം. ഈ ഹീമോഫീലിയ ഉള്ള ആൾക്കാർക്ക് എന്താണ്? മുറി ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഇങ്ങനെ കട്ട പിടിക്കില്ല. അവിടെ നിന്ന് ഇങ്ങനെ ധാരയായിട്ട് എന്താണ്?
ചോര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, രക്തം ഇങ്ങനെ വാർന്നുകൊണ്ടിരിക്കും. അപ്പം ചില ആളുകൾക്ക് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാറില്ല. ഇത്തരം ആളുകളിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീനുകൾക്ക് തകരാറ് സംഭവിക്കുന്നു. അപ്പോൾ ഹീമോഫീലിയ ഉള്ള ആൾക്കാർക്കുള്ള പ്രശ്നം എന്താണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീനുകൾക്ക് തകരാറ് സംഭവിക്കുകയാണ് അവരിൽ ചെയ്യുന്നത്. തന്മൂലം ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തം, ആ ഒരു ചെറിയ മുറിവിൽ തന്നെ അമിതമായിട്ട് രക്തം നഷ്ടമാവുമ്പം അവരെന്താണ്? മരിക്കാൻ വരെ സാധ്യത ഉണ്ട് എന്നാണ്. അപ്പോൾ വിവിധ തരം ജനിതക രോഗങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിവിധ തരം ജനിതക രോഗങ്ങളിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഡൗൺ സിൻഡ്രോം പഠിച്ചു, ഹീമോഫീലിയ പഠിച്ചു. ഡൗൺ സിൻഡ്രത്തിൽ എന്താണ് പറയുന്നത്? സ്വരൂപ ക്രോമസോമുകളിൽ ഒരെണ്ണം കൂടുതലായിരിക്കും, 47 ക്രോമസോം ഉണ്ടായിരിക്കും. ഹീമോഫീലിയയിൽ എങ്ങനെയായിരുന്നു? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീനുകൾക്ക് തകരാറ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ചെറിയ മുറിവുണ്ടാകുമ്പോൾ അവിടുന്ന് അമിതമായിട്ട് എന്താണ്? രക്തം ഒഴുകുകയാണ് അവരിൽ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ 2 ജനിതക രോഗങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഏതാണ്? സിക്കിൾ സെൽ അനീമിയ. എന്താ പേര്? സിക്കിൾ സെൽ അനീമിയ. ജീനുകളുടെ ഘടനയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം, അതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാ നോക്കാം. ഇത്തരം ആളുകളുടെ അരുണരക്താണുക്കൾ അരിവാൾ പോലെ വളയുന്നു. അപ്പം ഇത്തരം ആളുകൾക്ക് എന്താണ്? അരുണരക്താണുക്കൾ അരിവാൾ പോലെ വളയുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെയാണ് അരുണരക്താണുക്കൾ ഉള്ളത്. അതെന്താണ്? സിക്കിൾ സെൽ പോലെയാവും, അതായത് അരിവാൾ പോലെയാകും. അരിവാളുടെ ഷേപ്പ് ഏകദേശം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. അപ്പം ഇത് മാത്രം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മളുടെ സിക്കിൾ സെൽ അനീമിയ. അരിവാൾ പോലെ ആവും. ഇതിൽ ഈ ചിത്രത്തിൽ കണ്ടില്ലേ? അരിവാൾ പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുക? ശ്വാസകോശത്തിലെത്തുന്ന വായുവിലുള്ള ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്ന ഈ രക്തകോശമായ അരുണരക്താണുക്കളാണ്. അപ്പോൾ അരുണരക്താണുക്കളാണ് ഓക്സിജനെ ഇങ്ങനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവയിലുള്ള വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. ഓരോ ഹീമോഗ്ലോബിൻ തന്മാത്രയും 4 ഓക്സിജൻ തന്മാത്രകളെയാണ്. അപ്പോൾ 4 എണ്ണത്തിനെ വഹിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഈ അരുണരക്താണുക്കൾ. അപ്പോൾ അരുണരക്താണുക്കളുടെ ആകൃതി മാറുമ്പം എന്താണ്? അതിനുള്ള സ്ഥലം അങ്ങോട്ട് മാറിയില്ലേ? ഈ ഒരു സ്ഥലമുള്ള ആള് ഈ ഒരു സ്ഥലമായിട്ട് മാറുമ്പം എന്താണ് സംഭവിക്കുക? അപ്പോൾ ഓക്സിജൻ സംവഹന ശേഷി കുറയുന്നു. അതാണ് സിക്കിൾ സെൽ അനീമിയയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കുറേ ഉണ്ടെന്ന് വിചാരിക്കേണ്ട. ഇതിൽ നല്ലൊരു പോയിന്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ബോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അരുണരക്താണുക്കൾ അരിവാൾ പോലെ വളയും, അതാണ് ആദ്യത്തെ പോയിന്റ്. പിന്നെയോ ഓക്സിജൻ സംവഹനശേഷി കുറയും. ഇത് എഴുതിയാൽ തന്നെ നമുക്ക് സിക്കിൾ സെൽ അനീമിയയിൽ മാർക്ക് കിട്ടും കേട്ടോ. അരുണരക്താണുക്കൾ അരിവാൾ പോലെ വളയുന്നു, ഓക്സിജൻ സംവഹനശേഷി കുറയുന്നു. അതാണ് നമ്മുടെ സിക്കിൾ സെൽ അനീമിയയിലുള്ള പോയിന്റ് എന്ന് പറയുന്നത്. പഠിച്ചില്ലേ? അതും പഠിച്ചില്ലേ? അപ്പോൾ സിക്കിൾ സെൽ അനീമിയയും പഠിച്ചു. അപ്പോൾ എത്ര ജനിതക രോഗങ്ങളാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്? 3 എണ്ണം. ഏതൊക്കെയായിരുന്നു 3 എണ്ണം? ഒന്ന് ഡൗൺ സിൻഡ്രം, മറ്റേത് ഹീമോഫീലിയ, പിന്നെയോ ഇത് സിക്കിൾ സെൽ അനീമിയ. അങ്ങനെ നമ്മൾ ജനിതക രോഗങ്ങളും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ? ഇനി എന്താണ് നമ്മൾ പഠിച്ചിരുന്നതെന്നൊന്ന് നോക്കിക്കേ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്നൊന്നും അറിയണ്ടേ? ഒന്ന് റിമൈൻഡ് ചെയ്ത് നോക്കാം. DNA-യുടെ ഘടന. DNA-യുടെ ഘടന എങ്ങനെയായിരുന്നു? ചുറ്റുകോമണി മാതൃക ഉണ്ടായിരുന്നു. പിന്നെ ചുറ്റുകോമണി മാതൃക കണ്ടുപിടിച്ചതായിട്ടാണ് 1983 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ആയിരുന്നു. പിന്നെന്താണ് അവിടെ പറയുന്നത്? പഞ്ചസാരയും ഫോസ്ഫേറ്റും നൈട്രജൻ ബേസും കൂടി ചേർന്നതാണ് നമ്മളെ DNA-യുടെ ഘടന എന്ന് പറയുന്നത്. പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോസ് ആണ്. നൈട്രജൻ ബേസുകൾ എന്ന് പറഞ്ഞാൽ അഡിനിനും തൈമിനും ഗ്വാനിനും സൈറ്റോസിനും. ഇതിൽ തന്നെ അഡിനിൻ തൈമിന് മാത്രമേ ജോഡി ചേരുള്ളൂ. ഗ്വാനിൻ എന്ന് പറഞ്ഞാൽ സൈറ്റോസിനോട് മാത്രമേ ജോഡി ചേരുള്ളൂ. ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ DNA-യുടെ ഒരു യൂണിറ്റ് ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാരയും ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയും ഒരു നൈട്രജൻ ബേസും കൂടി ചേർന്നതാണ്. ആ ഫിഗർ മറന്നു പോകാതെ തന്നെ പഠിച്ചു വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. DNA ഫിംഗർ പ്രിൻറ്റ് കണ്ടുപിടിച്ചത് അലക് ജോഫ്രി ആണ്. പിന്നെന്താ പറയുന്നത്? DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ സാങ്കേതിക വിദ്യ പറയുന്നുണ്ട്. അതിൻ്റെ ഉപകാരം എന്തായിരുന്നു? മാതൃപിതൃ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും, കുറ്റവാളിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെന്താണ്? മാറിപ്പോയോ? ക്രോമസോമുകളെ പറ്റി ജീനുകളെയും ക്രോമസോമുകളെയും പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ? ക്രോമസോമുകളെ നമ്മുടെ സ്വഭാവ സവിശേഷതയും ശരീരത്തിലെ ഉപഭോജ്യ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് കാരണമായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ന്യൂക്ലിയോടൈഡുകൾ എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ജീൻ എന്ന് പറയുന്നത്. അവ എന്താണ്? പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കും, നിർമ്മിക്കും.
അതാണ് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ ക്രോമസോമിനെ പറ്റി പറഞ്ഞു. ക്രോമസോമുകളിലാണ് ആരുള്ളത്? ജീനുകളുള്ളത്. ഓരോ ജീവിവർഗത്തിലും നിശ്ചിത എണ്ണം ക്രോമസോമുകളുണ്ട്. നമുക്ക് മനുഷ്യർക്ക് 46 എണ്ണമാണുള്ളത്. അതിൽ തന്നെ 23 എണ്ണം മാതാവിൽ നിന്നും പിതാവിൽ നിന്നും 23 എണ്ണവും കിട്ടുന്നത്. പിന്നെ മനുഷ്യന് 46 ക്രോമസോമുള്ളത് ഒന്നുകൂടെ നമ്മൾ പറയുന്നുണ്ട്. കാരണം എന്താ പറയുക, സ്വരൂപ 44 ക്രോമസോമുകളും ലിംഗനിർണ്ണയ 2 ക്രോമസോമുകളും ഉണ്ടെന്ന് തരംതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ അത് പറഞ്ഞത് കേട്ടോ. ലിംഗനിർണ്ണയ ക്രോമസോമുകൾ എന്ന് പറഞ്ഞാൽ 2 തരമുണ്ട്. അവ എക്സും വൈയും ആണ്. ഇനി എന്ന് പറയുന്നത് സ്ത്രീകളിൽ 2 XX ക്രോമസോമുകളും പുരുഷന്മാരിൽ 1 X ക്രോമസോമും 1 Y ക്രോമസോമുമാണുള്ളത്. അതിനാൽ സ്ത്രീയുടെ ജനിതക ഘടനയിൽ എന്തൊക്കെയാണുള്ളത്? 44+XX പുരുഷൻ്റേത് 44+XY പിന്നെന്താണ് പറയുന്നത്? ജനിതക രോഗങ്ങളിൽ ഡൗൺ സിൻഡ്രോം, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിയാണ്. റെസൊണൻസ് ദ സ്റ്റഡി സ്പോട്ടിലെ എല്ലാ വീഡിയോസും എല്ലാവരും പോയി കാണുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. നമ്മുടെ ക്ലാസ്സിൽ പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും വേറെ വേറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് ഇപ്പോഴേ എല്ലാവരും വീഡിയോസ് റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിച്ച് പോവുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.